എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ യാത്ര വയനാട് തന്നെയാണ്. വയനാട് ട്രാവൽ സീരീസിൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് വയനാട് വൈത്തിരി എത്തിയതിന് ശേഷം അവിടുന്ന് ബാണാസുര ഡാമിലേക്ക് പോകുന്ന റൂട്ടിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയൊക്കെ നല്ല ഒരുപാട് റോഡുകളുണ്ട്, ട്രാഫിക്കൊക്കെ വളരെ കുറവാണ് എന്നുള്ളത് എടുത്ത് പറയണമല്ലോ. കണ്ടോ, ഒരു വണ്ടി പോലും ഇല്ല റോട്ടിൽ. അടിപൊളിയായി ഡ്രൈവ് ചെയ്ത് നമുക്ക് പോകാൻ പറ്റിയ ഒരു റോഡ് കൂടിയാണ് ഈ ഒരു ഭാഗത്തുള്ളത്. ഇന്ന് നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്നത് പെറ്റൽസ് എന്നുള്ള ഒരു റിസോർട്ടാണ്. ആ റിസോർട്ടിലത്തെ വിശേഷങ്ങളും പിന്നെ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. നമുക്ക് നേരെ മുന്നിൽ കാണാൻ കണ്ടോ മലനിരകൾ. അത് കാണുന്നത് ബാണാസുര ആ ഡാമിനോട് ചേർന്നിട്ടുള്ള അവിടുത്തെ മലനിരകളാണ്. നല്ല അടിപൊളി വ്യൂ ആണ്. ഇവിടെ തന്നെ നമുക്ക് വണ്ടിയിൽ നിന്ന് പോകുമ്പോൾ ഏകദേശം കാണാൻ പറ്റും. നല്ലൊരു വ്യൂ ആണ്, നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ വയനാട് വരുമ്പോൾ എല്ലാവരും ഈ ഒരു റൂട്ടൊക്കെ വന്ന് കാഴ്ചകളൊക്കെ കണ്ടുപോവുക. ഈ പോണ വഴിക്ക് നമുക്ക് സിപ്പ് ലൈൻ അങ്ങനെയുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ടെന്ന് ഞാൻ കേട്ടു. അപ്പോൾ അത് എവിടെയെന്ന് നമുക്ക് പോണ വഴിക്ക് നോക്കാം. അപ്പോൾ എല്ലാവരും കൂടെ കൂടിക്കോളൂ. പിന്നെ ഇന്ന് നമ്മൾ പോകുന്ന റിസോർട്ട് നല്ലൊരു റിസോർട്ടാണ്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തന്നെ നമ്മുടെ ഫ്രണ്ട്സായിട്ടും ഫാമിലിയൊക്കെ ആയിട്ട് എല്ലാവർക്കും പോയി സ്റ്റേ ചെയ്യാൻ പറ്റുന്നൊരു റിസോർട്ടാണ്. അപ്പോൾ അവിടെ ചെന്നതിന് ശേഷം അവിടുത്തെ കാഴ്ചകൾ നമുക്ക് കാണാം. ഒരു കാര്യം കൂടി പറയാം, പിന്നെ ഇതൊരു പെയ്ഡ് റിവ്യൂ ഒന്നുമല്ല. ഈ ഒരു റിസോർട്ടിനെ പറ്റി അത്രയും നല്ല അറിഞ്ഞുകൊണ്ട് അവരുടെ കസ്റ്റമർ സർവീസ് അത്രയും നല്ലതാണെന്ന് അറിഞ്ഞതിന് ശേഷം ആണ് ഇവരെ പറ്റി ഇത്രയും നല്ലൊരു വീഡിയോ ചെയ്യാമെന്ന് കരുതിയത്. അപ്പോൾ നമ്മളെപ്പോലെ ഒരുപാട് ഫാമിലീസ് ഇവിടെ വന്ന് റിസോർട്ടൊക്കെ നോക്കുമ്പോൾ 30,000 20,000 ഇത്രയും ഫെസിലിറ്റീസ് നമുക്ക് കിട്ടുക. അപ്പോൾ അത്രയും റേറ്റൊന്നും ഇല്ലാതെ നമുക്കെല്ലാവർക്കും അഫോർഡബിളായ ഒരു റേറ്റിന് നല്ല ഫെസിലിറ്റീസും നല്ല കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനും തരുന്നത് കൊണ്ടാണ് നമ്മളൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇതുപോലെ ഇൻഫോർമേറ്റീവായ വീഡിയോസ് ഒരുപാട് വരുന്നുണ്ട്. വീഡിയോക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കണം കേട്ടോ. ഈ റൂട്ടിൽ നമ്മൾ നേരെ ഇങ്ങനെ വരുമ്പോൾ ഒരുപാട് തേയിലത്തോട്ടങ്ങളും അങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണാൻ പറ്റും കേട്ടോ. വളരെ മനോഹരമായൊരു കാഴ്ച തന്നെയാണ് അത്. കണ്ടോ, അടിപൊളി വ്യൂ ആണ്, ഒരു രക്ഷയില്ല. അതിൻ്റെ ആ മേഘങ്ങളും അതിനോടനുസരിച്ച് തേയിലത്തോട്ടങ്ങളൊക്കെ ആയിട്ടുള്ള നല്ലൊരു വ്യൂ കാണാൻ പറ്റും. ഇടയ്ക്കൊക്കെ നിർത്തി നല്ല ഫോട്ടോസൊക്കെ എടുത്തു നമ്മൾ. എന്നിട്ട് വീണ്ടും യാത്ര തുടങ്ങുകയാണ്. ഇപ്പോൾ ഏകദേശം ഒരു ഉച്ചയോടുകൂടി 3 മണിയോട് കൂടിയിട്ടുള്ള ഒരു സമയമാണ്. ഇതൊക്കെ അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഞാൻ ഉണ്ടെന്ന് നേരത്തെ പറഞ്ഞില്ലേ, ആ ഒരു ഏരിയയാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിപ്പ് ലൈൻ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാം. അഡ്വഞ്ചർ ആക്ടിവിറ്റീസിൻ്റെയൊക്കെ ഒരു സ്പോട്ടാണിത്. ഈ തേയിലത്തോട്ടത്തിൻ്റെ മേലെ കൂടെയാണ് കേട്ടോ സിപ്പ് ലൈൻ പോണത്. അപ്പോൾ ഇനി അടുത്ത വട്ടം ഈ ഒരു വഴിക്ക് വരുമ്പോൾ അതൊന്ന് ട്രൈ ചെയ്യണമെന്നുണ്ട്. ഇതൊക്കെ അതിൻ്റെ ആ ഒരു ചെയ്യുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ എല്ലാവരും ഈ സ്ഥലമൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. നമ്മൾ നമ്മുടെ റിസോർട്ടിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി നേരെ റിസോർട്ടിൻ്റെ അകത്തെ കാഴ്ചകളിലേക്ക് കിടക്കാം. ഗേറ്റിൽ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്ത് സെക്യൂരിറ്റിയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ നേരെ അകത്തേക്ക് കയറുകയാണ്. നല്ല ഉള്ളിലാണ് റിസോർട്ട് അവർ പ്ലേസ് ചെയ്തിട്ടുള്ളതെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. കാരണം അത്യാവശ്യം കയറ്റൊക്കെ കയറി നമ്മൾ ഉള്ളിലെത്തണം. റോഡൊക്കെ നല്ല റോഡാണ്, നല്ലപോലെ കരിങ്കല്ലൊക്കെ പതിച്ച റോഡാണ്. അതുകൊണ്ട് അതൊന്നും പ്രശ്നമില്ല. പക്ഷേ ഉള്ളിലെത്തുമ്പോഴുള്ള ആ ഫീല് നല്ലൊരു തണുപ്പാണ്. പിന്നെ ഒരുപാട് മരങ്ങൾക്കിടയിലൂടെയാണ് യാത്ര. അങ്ങനെ നമ്മൾ എത്തിച്ചേരുമ്പോൾ പ്രകൃതിയോടെ ഇണങ്ങി നിൽക്കുന്ന നല്ലൊരു റിസോർട്ടാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുക. വിശാലമായ പാർക്കിങ്, ഇഷ്ടം പോലെ മരങ്ങളും ലോണും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് നല്ലൊരു ഗ്രീനിഷ് ഫീലാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക. അത് ഒരു പ്രത്യേക പോസിറ്റീവ് വൈബാണ് വരുന്ന ഒരാൾക്ക് കിട്ടുക എന്നുള്ളത് പറയാതെ വയ്യ. എന്തായാലും ഇനി റിസപ്ഷൻ ഏരിയയിലേക്ക് പോകാം. ഞാനപ്പോൾ ഈ കാഴ്ചകളൊക്കെ കണ്ട് പതുക്കെയാണ് പോകുന്നത്. പിന്നെ ഇവിടുത്തെ റൂമിൻ്റെ ഡീറ്റെയിൽസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും നോട്ട് ചെയ്ത് വരണം എന്നുള്ളവർക്കൊക്കെ ബുക്ക് ചെയ്ത് വരാം. 1 ദിവസമോ 2 ദിവസമൊക്കെ വന്ന് ഇവിടെ സ്റ്റേ ചെയ്യാം. യാത്രയൊക്കെ കഴിഞ്ഞ് നമ്മുടെ വണ്ടി അത്യാവശ്യം ക്ഷീണത്തിലാണ്. അപ്പോൾ ആളവിടെ റെസ്റ്റ് ചെയ്യട്ടെ.
നമുക്ക് കാഴ്ചകളിലേക്ക് കിടക്കാം. ഇത് ഇവിടുത്തെ ഒരു ഫ്രണ്ടേജ് ഏരിയയാണ്. ഫ്രണ്ടിൽ മേലുള്ള പാർക്കിംഗ് ആണ്. ഇതിൻ്റെ ഈ റൈറ്റ് സൈഡിലാണ് നമുക്ക് ഇവരുടെ ഓഫീസൊക്കെ ആയിട്ട് വരിക. ഈ കാണുന്നത് ചെറിയൊരു ഹട്ട് പോലെ അവർ ചെയ്തിട്ടുള്ളതാണ്. അടിപൊളിയായിട്ടില്ലേ? അവിടെ ചെറിയ ചെറിയ പാർട്ടീസ്, പിന്നെ ഈവനിങ് ഒക്കെ വന്നിരിക്കാം. ഈ വൈകുന്നേരമൊക്കെ ഇവിടെ ലൈറ്റിംഗ് അറേഞ്ച്മെൻറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊരു ഗാർഡൻ ഏരിയ പോലെയാണ്. പിന്നെ ഇവിടെ ഒരു ആയുർ സ്പാ ഉണ്ട്. അപ്പോൾ അതൊക്കെ എല്ലാവർക്കും വേണമെങ്കിൽ ട്രൈ ചെയ്യാം. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. പിന്നെ ഈ കാണുന്നത് ബാണാസുര ഡാമിൻ്റെയും അതിൻ്റെ പോലത്തെ ആ മലനിരകളുടെയും വ്യൂ ആണ്. ഇവിടെ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു വ്യൂ ആണ്. എങ്ങനെയുണ്ട്? അടിപൊളി വ്യൂ ആയിട്ടില്ലേ? ഇനി നമ്മൾ പോകുന്നത് നേരെ സ്വിമ്മിംഗ് പൂളിലേക്കാണ്. ഇൻഫിനിറ്റി പൂളാണ് ഇവിടെ ഉള്ളത്. ഇത് ഇവിടുത്തെ പ്രധാന ഹൈലൈറ്റാണ്. ഈ ഒരു ബഡ്ജറ്റിൽ നമുക്ക് ഇങ്ങനൊരു ഇൻഫിനിറ്റി പൂള് വയനാട് ഞാൻ ഒരുപാട് നോക്കി, പക്ഷേ കിട്ടിയില്ല. ഇവിടെ വന്നപ്പോൾ അതിനുള്ളൊരു എക്സ്പീരിയൻസ് ആയി. ഒരു രക്ഷയില്ല. ഈ ഒരു വ്യൂവിൽ നമുക്ക് വൈകുന്നേരം ആണെങ്കിലും ഏർലി മോർണിംഗും ഏത് നേരത്ത് വന്നാലും കിടിലൻ വ്യൂ ആണ്. ആ മലനിരകളും അതൊക്കെ നോക്കി വെള്ളത്തിലേക്ക് ഇറങ്ങി അങ്ങനെ ആസ്വദിച്ച് ഒരുപാട് അടിപൊളി ഫോട്ടോസ് എടുക്കാം. കുട്ടികൾക്ക് പൂളിൽ പ്രത്യേക സെക്ഷൻ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ കാര്യത്തിലൊന്നും പേടിക്കണ്ട. കുട്ടികളായി വന്നാലും നമുക്ക് അടിപൊളിയായിട്ട് തന്നെ ഇതിൽ എക്സ്പീരിയൻസ് ചെയ്ത് പോകാവുന്നതാണ്. ഞാൻ പൂളിൽ ഇറങ്ങി, ക്യാമറ ഉണ്ട് കയ്യിൽ. അപ്പോൾ അത്യാവശ്യം സേഫ്റ്റിയോട് കൂടിയാണ് ഹാൻഡിൽ ചെയ്യുന്നത്. കാരണം വെള്ളത്തിൽ പോയി കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു ഫീല്. ഇൻഫിനിറ്റി പൂളിൻ്റെ റേറ്റിംഗ് നമുക്ക് ഒരു രക്ഷയില്ല. 5 ഔട്ട് ഓഫ് 5 കൊടുക്കാവുന്നതാണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആണത്. കാരണം വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കയറാൻ തോന്നില്ല. അത്രയും തണുപ്പാണ് വെള്ളം. കണ്ടോ എങ്ങനെയുണ്ട്? ആ ഒരു പൂളിൻ്റെ സെറ്റിങ്സും കാഴ്ചകളൊക്കെ അടിപൊളിയായിട്ടില്ലേ? കുറച്ച് നേരം വെള്ളത്തിലൊക്കെ കളിക്കാം. കാരണം വെയിലൊക്കെ ആറി വന്ന യാത്രാ ക്ഷീണമൊക്കെ മാറ്റാം എന്ന് കരുതി ഞാൻ ഒരേ വെള്ളത്തിൽ നല്ലപോലെ ആസ്വദിച്ച് നീന്തുകയാണ്. അപ്പോൾ അങ്ങനെ ആ കാഴ്ചകളൊക്കെ കണ്ട് ഇനി വീണ്ടും കുറച്ച് മുന്നോട്ട് നടക്കാം. ഇവിടെ നിന്ന് കയറാനുള്ള ടൈമായി. ഈ കാണുന്നത് ഔട്ട്ഡോർ ആക്ടിവിറ്റീസിനുള്ളതാണ്. ഔട്ട്ഡോർ ആക്ടിവിറ്റീസിൽ നമുക്ക് ബാഡ്മിൻ്റൺ ഉണ്ട്. അതുപോലെ തന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള കിഡ്സ് പാർക്ക് ഉണ്ട്. പിന്നെ ഇനി നമുക്ക് ഈ കാഴ്ചകളൊക്കെ കണ്ട് നേരെ റൂമിലേക്ക് പോകാം. റൂമിൻ്റെ കാഴ്ചകൾ കാണാം. റൂം ഇവിടെ 2-3 ടൈപ്പ് റൂം വരുന്നുണ്ട്. ഒന്ന് നമ്മുടെ റോയൽ റൂം, പിന്നെ ഹെറിറ്റേജ് റൂം, കണ്ടംപററി റൂം. അപ്പോൾ ഇത് നമ്മൾ റോയൽ റൂമാണ്. റോയൽ റൂമിൻ്റെ അകത്തെ കാഴ്ചകളാണ് കാണുന്നത്. നല്ലൊരു ഫീലാണ് അകത്ത് കയറുമ്പോൾ തന്നെ. പക്ക എല്ലാ ഫർണിഷ്ഡായി നല്ലൊരു പ്രീമിയം ഫീൽ തന്നെ നമുക്ക് അകത്ത് കയറി കഴിഞ്ഞാൽ കിട്ടും. പിന്നെ ഇവിടെ ഒരു വ്യൂ ഉണ്ട്, ബാൽക്കണി വ്യൂ പോലൊരു വ്യൂ ഉണ്ട്. ആ വ്യൂ കറക്റ്റ് ജംഗിൾ വ്യൂ ആണ്. മലനിരകളുടെ സൈഡിലേക്ക് നമ്മളൊരു ട്രീ ഹൗസിലൊക്കെ പോയൊരു എക്സ്പീരിയൻസ് ആണ് ഇവിടെ കിട്ടുക. കറക്റ്റ് കാടിനോട് ചേർന്ന് 4 സൈഡും ചുറ്റപ്പെട്ട് കിടക്കുന്ന ആ ഒരു ഫീലാണ്. കപ്പിൾസിനും അങ്ങനെ ഹണിമൂണൊക്കെ ആയിട്ട് വരുന്നവർക്കൊക്കെ നല്ലൊരു പാക്കേജായിട്ട് തന്നെ ഇവിടെ എടുക്കാം. അപ്പോൾ അതെല്ലാവരും വന്ന് ട്രൈ ചെയ്യുക. ഇത് നല്ലൊരു ബെസ്റ്റ് റേറ്റിന് നമുക്ക് ഒരു 10,000 ആ ഒരു റേഞ്ചിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇവിടുത്തെ മാനേജർ ഷൈൻ ചേട്ടനുണ്ട്. അപ്പോൾ ആളുടെ ഡീറ്റെയിൽസൊക്കെ നമുക്ക് കൊടുക്കാം. അഗോഡ, ട്രിപ്പ് അഡ്വൈസർ പോലെയുള്ള വെബ്സൈറ്റുകളിൽ നിന്ന് ഞാൻ കണ്ടുപിടിച്ചതാണ് ഈ ഒരു പ്രോപ്പർട്ടി. ഒരുപാട് ബെസ്റ്റ് റേറ്റിംഗ് ഉള്ള ഒരു പ്രോപ്പർട്ടി കൂടിയാണിത്. ഇന്ത്യയുടെ എല്ലാ ഭാഗത്തു നിന്നുള്ള ആൾക്കാർ ഇവിടെ വന്ന് നല്ല റിവ്യൂസ് മാത്രമാണ് പറയുന്നത്. പിന്നെ ഈ ഒരു റൂമിൽ അഡീഷണലായിട്ട് നമുക്കൊരു പ്ലസ് പോയിൻ്റുള്ളൊരു സാധനമുണ്ട്. അത് ഞാൻ ഇത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. കബോർഡ്സൊക്കെ നല്ല ഫിനിഷിങ്ങുള്ള കബോർഡ്സാണ്. അതുപോലെ തന്നെ ഡ്രയർ, അയൺ ചെയ്യാനുള്ള കാര്യങ്ങൾ, അങ്ങനത്തെ ഫെസിലിറ്റീസൊക്കെ അവർ തരുന്നുണ്ട്. പിന്നെ നമുക്ക് ബാത്റൂമിലെ കാഴ്ചകൾ കാണാം. നല്ലൊരു പ്രീമിയം ബാത്റൂമും അങ്ങനെ നല്ല വൃത്തിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് കേട്ടോ. എല്ലാ ആക്സറീസൊക്കെ അടിപൊളി പ്രീമിയം ആക്സറീസാണ്. ഈ പറഞ്ഞതാണ് ഞാൻ പറഞ്ഞ പ്ലസ് ആയിട്ടുള്ള ഐറ്റം. ജക്കൂസി ഇൻക്ലൂഡഡ് ആണ് ഈ റൂമിൽ. അപ്പോൾ ജക്കൂസി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണം, ഇൻട്രസ്റ്റ് ഉള്ളവർക്കൊക്കെ വന്ന് ട്രൈ ചെയ്യാവുന്നതാണ്. അടിപൊളി ഒരു ഫീല് തന്നെയായിരിക്കും. ഇത് ഓണാക്കിയിട്ട് ഇതിൻ്റെ ബാക്കി കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ബാത്റൂമിൻ്റെ കാഴ്ചകളൊക്കെ കാണാം. നല്ല പക്ക ഫിനിഷിംഗ് ആയിട്ട് എല്ലാ സാധനങ്ങളും നല്ല ബോട്ടിലൊക്കെ ആയി ചെയ്ത് വെച്ചിട്ടുണ്ട്. ഷവർ ജെല്ല്, ബോഡി വാഷ്, അങ്ങനെ എല്ലാതും വേറെ വേറെ ചെയ്തിട്ടുണ്ട്. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വന്ന് ട്രൈ ചെയ്യുക. ഇവിടെ വരുമ്പോൾ വയനാട് നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടിയാണിത്. ജക്യൂസി ഓണാക്കി അതിൽ മ്യൂസിക്കൊക്കെ ഉണ്ട് എന്നുള്ളതാണ് അഡ്വാൻറ്റേജ്. ബ്ലൂടൂത്ത് മ്യൂസിക് ഉണ്ട്. നമുക്ക് കുളിക്കുമ്പോൾ പാട്ടൊക്കെ കേട്ട് കുളിക്കാം. അതുപോലെ തന്നെ അത്യാവശ്യം ലൈറ്റ്നിങ് അറേഞ്ച്മെൻ്റൊക്കെ കണ്ടോ. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും ട്രൈ ചെയ്യണം എന്നുള്ളവർക്കൊക്കെ വന്ന് എക്സ്പീരിയൻസ് ചെയ്യാവുന്നതാണ്. ഈ ഒരു റേറ്റിൽ ഇത്
ഇതിൻ്റെ ജക്കൂസിയുടെ വ്യൂ വരുന്നത് നമുക്ക് ജംഗിൾ വ്യൂ ആണ് ആ സൈഡ് വരുന്നത് ഗ്ലാസ്സിൽ. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരിക്കും അത്. അപ്പോൾ ഇനി ഇത്രയൊക്കെയാണ് റൂമിൻ്റെ കാഴ്ച. ഇനി നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. പുറത്ത് വീണ്ടും രാത്രി ആയിട്ടുണ്ട്. അപ്പോൾ രാത്രി ഇവിടെ ഉള്ളൊരു ഫീല് കണ്ടോ, ഇതാണ് ഫുള്ള് ലൈറ്റ്നിങ് അറേഞ്ച്മെൻറ്റൊക്കെ ഇട്ട് അടിപൊളിയാണ്. ഫുഡ് ഇവിടുത്തെ ഒരു രക്ഷയില്ല. നല്ല ക്വാണ്ടിറ്റി ഫുഡായിരിക്കും, നല്ല ക്വാളിറ്റിയിൽ. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. ഒരാൾക്കൊന്നും ഇപ്പോൾ ഒരു ബിരിയാണിയൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ 2 ആൾക്ക് കഴിക്കാനുള്ളതുണ്ടാവും. അത്രയും ക്വാണ്ടിറ്റിയിലാണ് ഇവർ തരിക. ഫുൾ അടിപൊളി ലൈറ്റ്നിങ് ഒക്കെ ചെയ്ത് നമുക്ക് ഫുള്ള് പ്രോപ്പർട്ടി നടന്ന് കാണാം. രാത്രി നടന്ന് കാണാം. നല്ല തണുപ്പുള്ള ക്ലൈമറ്റിലൊക്കെയാണ്. ഏത് ഓഫ് സീസണിൽ വന്നാൽ പോലും ഇവിടെ ഒരു തണുപ്പാണ്. ഇതാണ് ഇവിടുത്തെ റെസ്റ്റോറൻറ്റ്. നല്ലൊരു വിൻറ്റേജ് ടൈപ്പിലാണ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം മ്യൂസിക്കൊക്കെ ഇട്ട് നല്ല അടിപൊളിയായി എക്സ്പീരിയൻസ് ചെയ്യാൻ ഡിന്നറൊക്കെ. ഒരുപാട് ഫാമിലീസിനെ ഞാൻ കണ്ടു. അവരൊക്കെ വന്ന് ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇവിടെ വരിക, ഒരു വട്ടം വന്ന് എക്സ്പീരിയൻസ് ഒക്കെ ചെയ്യുക. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ബാക്കി ഇവിടുത്തെ റിസോർട്ടിൻ്റെയും അവിടുത്തെ കോൺടാക്ട് ചെയ്യേണ്ട മാനേജറുണ്ട്, ഷൈൻ ചേട്ടൻ. ആളുടെ നമ്പറൊക്കെ ഞാൻ ഈ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ വരുന്നവരെല്ലാവരും വിളിച്ച് ഡീറ്റെയിൽസൊക്കെ ചോദിച്ച് ബുക്ക് ചെയ്തിട്ട് വരിക. അപ്പോൾ വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.